നമസ്കാരം. പുൽവാമയിൽ CRPF ജവാന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെട്ടത് കനത്ത തിരിച്ചടി നൽകണം എന്ന് തന്നെയായിരുന്നു. 2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം പാക് അധീന കാശ്മീരിൽ നിയന്ത്രണ രേഖ കടന്ന ഇന്ത്യയുടെ കരസേന ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ്. പുൽവാമയിൽ 40 ജവാന്മാർ ജീവത്യാഗം ചെയ്ത് കൃത്യം 12ാം ദിവസം തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. അന്ന് മിന്നലാക്രമണം നടത്തിയപ്പോൾ ശ്രദ്ധാകേന്ദ്രമായത് ഇന്ത്യൻ സേനയുടെ പാരാഷൂട്ട് റെജിമെന്റിലെ കമാൻഡോകളായിരുന്നു. ഇന്ന് പുൽവാമയ്ക്ക് മറുപടിയായി വ്യോമസേനയാണ് ആക്രമണം നടത്തിയത്. പുൽവാമയിലെ മുറിവുണങ്ങും മുമ്പ് 12ാം ദിവസം വ്യോമസേനയുടെ മിറാഷ് 2000 ജെറ്റ് യുദ്ധവിമാനങ്ങൾ ഭീകര കേന്ദ്രങ്ങളിൽ തീതുപ്പി. കാർഗിൽ യുദ്ധത്തിനു ശേഷം ഇതാദ്യമായാണ് മിറാഷ് പോർ വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നത്. ലേസർ സംവിധാനത്തിന്റെ സഹായത്തോടെ കൃത്യമായി ബോംബിംഗ് നടത്താൻ കഴിവുള്ള വിമാനങ്ങളാണിവ. പാക് അധീന കാശ്മീരിലെ നിരവധി ജെയ്ഷെ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 21 മിനിറ്റോളം എടുത്ത ആക്രമണത്തിന് ശേഷം വായുസേനയുടെ മിറാഷ് വിമാനങ്ങൾ സുരക്ഷിതമായി തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച മിറാഷ് 2000 ജെറ്റ് ചില്ലറക്കാരനല്ല. പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാനും അമേരിക്കയ്ക്കും മേലെ വ്യോമസേനയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യൻ അതിർത്തി കാക്കുന്ന യന്ത്രക്കാക്കകളിൽ ഒന്നാണ് മിറാഷ്. വ്യോമസേനയുടെ പോർവിമാനങ്ങളിൽ വജ്രായുധം എന്നാണ് മിറാഷിന്റെ വിശേഷണം. വജ്ര എന്നാണ് ഇന്ത്യൻ വ്യോമസേനയിലെ നാമകരണവും. ഫ്രഞ്ച് നിർമ്മിത പോർവിമാനമാണ് മിറാഷ് 2000. ഡസാൾട്ട് ഏവിയേഷനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഈ വിമാനത്തിന് അമേരിക്കൻ നിർമ്മിത F-16, F-18 എന്നീ പോർ വിമാനങ്ങളെ കടത്തിവെട്ടുന്ന പ്രഹരശേഷിയാണുള്ളത്. 1984 ജൂണിലാണ് ആദ്യമായി ഫ്രഞ്ച് വായുസേനയ്ക്ക് വേണ്ടി ഇവ നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യക്ക് പുറമെ UAE, തായ് എന്നീ രാജ്യങ്ങളുടെ വ്യോമസേനയിലും ഇത് സജീവമാണ്. ഇന്ത്യക്ക് ഇപ്പോൾ 50 മിറാഷ് യുദ്ധവിമാനങ്ങളാണുള്ളത്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതും മിറാഷ് വിമാനങ്ങളാണ്. ലേസർ ബോംബുകൾ, ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവയടക്കം 6.3 ടൺ ഭാരം വഹിക്കാൻ മിറാഷിന് ശേഷിയുണ്ട്. 14.36 മീറ്റർ നീളവും 5.20 മീറ്റർ ഉയരവുമുള്ള മിറാഷിന്റെ വിങ് സ്പാൻ 9.13 മീറ്ററാണ്. ദൃശ്യപരിധിക്കപ്പുറമുള്ള മിസൈൽ ശേഷി, ലേസർ ബോംബ് വാഹക ശേഷി, സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം എന്നിവയും പ്രത്യേകതകളാണ്. സ്നോക്മ M53P2 ടെർഫാബാൻ എഞ്ചിനാണ് മിറാഷ് 2000 പോർ വിമാനത്തിന്റെ കരുത്ത്. മണിക്കൂറിൽ 2336 കിലോമീറ്റർ വേഗതയിൽ വരെ മിറാഷ് കുതിക്കും. ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ വഹിക്കുന്ന ഒരേയൊരു പോർ വിമാനവും ഇത് തന്നെയാണ്. 80കളിലാണ് മിറാഷ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ശത്രുപാളയങ്ങൾ തരിപ്പണമാക്കാൻ മുൻനിരയിൽ മിറാഷ് 2000 അഥവാ വജ്ര ഉണ്ടായിരുന്നു. M2000H, M2000TH, M2000IT എന്നീ ശ്രേണികളിലുള്ള മിറാഷ് വിമാനങ്ങളാണ് ഇന്ന് ഇന്ത്യൻ സേനയ്ക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.